ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരും. ആഭിചാരത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യും. പക്ഷെ ഞാനൊന്ന് അത് ചെയ്യാനായിട്ടൊന്ന് പ്രിപ്പയർഡല്ല. മനസ്സുകൊണ്ടും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഞാനത് പറയാനായിട്ടുള്ളത് പ്രിപ്പയർഡിലാണ്. പക്ഷെ അതിനുള്ളൊരവസ്ഥയിലേക്കല്ല. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് വന്നിട്ട് അത് ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇത് കട്ടായിപ്പോയി ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കാണ് കുറച്ച് നാളുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നതെല്ലാം അപ്പോൾ ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വീഡിയോസ് ഇടാനുണ്ട്. കുറച്ച് വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, പകുതി വെച്ചിട്ട് അത് കട്ടായിപ്പോയി. ക്ലീനപ്പ് ചെയ്യണം, ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, 2-3 പകുതിയുള്ളൂ. ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഞാനത് വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ കഥ എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ജനിച്ചിട്ട് ഇത്രയും നാളായി എൻ്റെ ഫാദർ മരിച്ചിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഈ വർഷം നമുക്കില്ല. പിന്നെ ഒരുപാട് ദുഃഖത്തിലൂടെയാണല്ലോ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ വന്നതാണ്. അപ്പം വന്ന സമയത്ത് ആ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഓരോന്ന് പരിഹരിച്ച് ഇങ്ങനെ വന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ ഉണ്ട് വണ്ടിക്ക് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു, വണ്ടി ഒന്ന് നന്നാക്കാൻ കയറ്റ്, വണ്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും കണ്ണൻ അതിങ്ങനെ മടിച്ച് നിന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ക്ലച്ച് ഡിസ്കിന് കുറച്ച് പ്രശ്നമാണ്. അത് വയനാട് വെച്ചിട്ട് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് വന്നപ്പോൾ നമ്മളത് നന്നാക്കിയിട്ട് തൽക്കാലമായിട്ടൊരു ക്ലച്ച് ഡിസ്ക് വാങ്ങി അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കത്തിക്കൽ എന്ത് ചെയ്ത് തിരുവോണമായിട്ട് അതിൻ്റെ കത്തിക്കൽ ഇന്ന് തിരുവോണത്തോടു കൂടി അതിൻ്റെ കത്തിക്കൽ നിന്നു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ഇന്നിപ്പോൾ ലീവാണ്, എല്ലാ അവധിയല്ല. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് അതിന് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതെല്ലാം ശീലിച്ചുകൊണ്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. ഇന്ന് സ്റ്റേ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം, നാളെ രാവിലെ വേണം അത് നന്നാക്കിയിട്ട് വേണം എനിക്ക് ഇവിടെ ട്രാവൽ ചെയ്യാം. അപ്പോൾ കണ്ണനോട് കുറേ ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ പെട്ടെന്ന് അത് നന്നാക്കണ്ട, നമ്മുടെ കഷ്ടകാലം കുറച്ച് കഴിയട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഓണമൊക്കെ വരുന്ന സെപ്റ്റംബർ മാസത്തേക്ക് എന്ത് ചെയ്യാം, അത് നന്നാക്കാമെന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞും പോയി. അതേപോലെ തന്നെ എന്ത് ചെയ്തു, സംഭവിച്ചു. സെപ്റ്റംബറിലെ തിരുവോണ നാളിൽ തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് അറിയാം രാജി എന്തെല്ലാം തരണം ചെയ്യുന്നുണ്ടെന്ന്, രാജി എന്തൊക്കെ നേരിടുന്നു, രാജി ഇതുകൊണ്ടൊന്നും പതറത്തില്ലെന്നും നിങ്ങൾക്കൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷം എന്താ, ഞങ്ങൾ ആരെയും ചതിക്കാനും വഞ്ചിക്കാനും നടക്കാനില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വത്തും വേണ്ട, പണവും വേണ്ട, വീടും വേണ്ട. അതെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ അമ്മ കൊണ്ടുവന്ന് തരും. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേരിയല്ല, കണ്ണന്റെ അമ്മയുടെ പേര് രംഭ എന്നാണ്. രംഭയും മേരിയും അല്ല കൊണ്ടുതരുന്നത്, ആരാധിക്കുന്ന ദേവത സമയത്ത് എന്ത് ചെയ്യും. ഇപ്പൊ ഞങ്ങൾ പെരുവഴിയിലാണെങ്കിൽ അമ്മയുടെ പേര് നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. മേരിക്കുട്ടി, എബ്രഹാം, അവരല്ല കൊണ്ടുവന്നത്. ഇപ്പൊ ഞങ്ങൾ പെരുവഴിയിലാണെങ്കിൽ ഞങ്ങൾ ശാന്തിയായിട്ട് പെരുവഴി തിരുവോണം. ഇന്നത്തെ വീഡിയോയുടെ പേരെന്താണെന്നറിയോ, പെരുവഴി തിരുവോണം. അപ്പൊ അറിയത്തില്ല, ഇന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പോലും അറിയത്തില്ല, കട ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ വെള്ളം കുടിച്ചിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും അതൊക്കെ ഒരു സൈഡിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഹാപ്പി അടിപൊളി. കണ്ട ഞങ്ങ ഇന്നലെ വാങ്ങിച്ച പൂവാണ്. കണ്ട ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ചക്കൂര് കളവങ്ങാട് ഇട്ട് ഞങ്ങളുടെ ആഘോഷം എല്ലാവർക്കും കൂടി ഞങ്ങൾ സമ്മാനിക്കുന്നു. ഞങ്ങളുടെ ഒരു ചെറിയൊരു തിരുവോണം അല്ലേ ചക്ക്, ഞങ്ങളുടെ ചെറിയൊരു തിരുവോണം ചക്ക് ഇന്നലെ വാങ്ങിച്ചു. പെരുവഴി തിരുവോണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി, സൂപ്പർ. എന്താ
ആ ഇത്തിരി ഇന്നലെ വാങ്ങിച്ച പൂവാണ്. ഇത് ഞങ്ങള് കൊണ്ടുവന്നിടാന്നൊക്കെ അപ്പൊ ഇത്തിരിയുള്ള സ്ഥലത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ചക്കു പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി ഒരു കളം അല്ലേ. ഇതിനകത്ത് ചേർത്ത പൂക്ക് എന്തൊക്കെയാന്നറിയോ? ആ ഒന്ന് വാടാർമുല്ല, റോസ്, ചെന്തമല്ലി 2 കളറ്, അരളി, പിന്നെ മറ്റേ ജമന്തി. ഇത്രയും പൂവ് വെച്ചിട്ടാണ് നമ്മള്. അതെ. അപ്പൊ അവസാനമായിട്ടൊരു സംഭവം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ദേവലോകം ചാനലിന്റെയും എന്റെയും കുടുംബത്തിന്റെയും വക ഹാപ്പി ഓണം.